ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ വളരെ ഭീതിജനകമായ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ അറബ് രാജ്യങ്ങൾ പലതും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അങ്ങനെ അടുക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന നാട്ടിലുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത്. കാരണം ഈ യുദ്ധവും ഈ അശാന്തിയും ഈ പ്രയാസങ്ങളും പേടിയുമെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണെങ്കിൽ നമുക്കുള്ള പരീക്ഷണം അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ദുആ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യത. ഈ രൂപത്തിൽ അദാബുകൾ ഇറങ്ങുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും, അതല്ലെങ്കിൽ ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിളിച്ചോതുന്നത് അതാണ്. മഹാനവറുകൾ മത്സ്യം വിഴുങ്ങിയപ്പോൾ ഇസ്തിഗ്ഫാറിന്റെയും തസ്ബീഹിന്റെയും തഹ്ലീലിന്റെയും മന്ത്രം ചൊല്ലിയിട്ടാണ് മഹാനവറുകൾ അതിനെ നേരിട്ടത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിന്റെ 33-ാമത്തെ ആയത്തിൽ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷ കിട്ടാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോ മുത്തുനബിയുടെ ഹയാത്തിന്റെ കാലമല്ല, എന്നാലും നമ്മുടെ ഹൃദയത്തിൽ ആ നേതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അദാബ് സംഭവിക്കൂല. അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞത് വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ തേടുന്നവർ, അല്ലാഹുവിനോട് പാപമോചനം ചെയ്യുന്നവർ, അവർക്കും അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങൂല എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് നമുക്കൊക്കെ നിർവഹിക്കാനുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ, ഈ പറയുന്ന ജസീറത്തുൽ അറബിൽ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ആയുധമായി നമ്മൾ കയ്യിൽ കരുതേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മുടെ ലോകത്ത് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യുദ്ധ സാഹചര്യങ്ങളെല്ലാം നീങ്ങി എല്ലാ നിലക്കും സമാധാനം സ്ഥാപിക്കപ്പെട്ടു എന്നൊരു സന്തോഷ വാർത്ത അധികം വൈകാതെ തന്നെ കേൾക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.